ഒരു ഇന്ത്യൻ പൗരനായാൽ ആദ്യം ശീലിക്കേണ്ടതും പഠിക്കേണ്ടതും ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ബഹുമാനിക്കുക എന്നതാണ്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ രാഷ്ട്രീയമോ ഏതുമാകട്ടെ നമ്മുടെ ദേശീയതയ്ക്ക് നൽകേണ്ട ഒരു സ്ഥാനമുണ്ട്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ നിവർന്നു നിന്ന് കയ്യും കാലും ചലിപ്പിക്കുകയോ എന്തിന് ഒന്ന് ഇമ വെട്ടുകയോ ചെയ്യാതെ ആ ഗാനത്തെ ബഹുമാനിക്കണമെന്നാണ്. എന്നാൽ അതെല്ലാം തെറ്റിച്ച് ദേശീയ ഗാനത്തിന് ഒരു വില പോലും നൽകാത്ത പ്രവൃത്തിയായിരുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയ്തത്. പട്നയിലെ ഒരു കായിക പരിപാടിക്കിടെ ദേശീയ ഗാനത്തിനിടെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യം തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന്റെ തോളിൽ അടിക്കുകയാണ് നിതീഷ്. ഇതോടെ അദ്ദേഹം തന്നെ ശല്യം ചെയ്യരുത് എന്ന മട്ടിൽ പെരുമാറുന്നതും കാണാം. ഇതിനുശേഷം ചിരിച്ച് പരിപാടിയിലെ മറ്റൊരാൾക്ക് നേരെ നോക്കി കൈകൂപ്പുന്നുമുണ്ട്. മാത്രമല്ല, ദേശീയ ഗാനം പാടുന്നതിനിടയിലെ വേദിയിലെ മറ്റുള്ളവർ കൈ നൽകുവാനും നിതീഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. ഭരണഘടനയോടും ദേശീയ പതാകയോടും അനാദരവ് കാണിക്കുന്നവർക്ക് നിയമം 3 വർഷത്തെ തടവ് ശിക്ഷ നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ദേശീയ ഗാനത്തോട് അനാദരവ് കാണിക്കുന്നവർക്കും തടവ് ശിക്ഷ വേണമെന്ന ആവശ്യം നിലനിൽക്കവെയാണ് നിതീഷ് കുമാറിന്റെ ഈ പ്രവൃത്തി എന്നതാണ് ശ്രദ്ധേയം. ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന നിതീഷിന്റെ വീഡിയോ ഇറങ്ങിയതോടെ വൻതോതിൽ പ്രതിഷേധങ്ങളുമായി തേജസ്വി യാദവും പാർട്ടിയും എത്തിയിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹിമാചല യമുന